ഹായ് വ്യൂവേഴ്സ്, മറ്റൊരു കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മാതാപിതാക്കളുടെ സ്നേഹത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും മാതാവിൻ്റെ സ്നേഹം അത് നിസ്വാർത്ഥമാണ്. നിസ്വാർത്ഥ സ്നേഹത്തിന് ഉത്തമ ഉദാഹരണമാണ് മാതാവിൻ്റെ സ്നേഹം. ഇത് നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം. ചിലർ സ്നേഹം വല്ലാണ്ട് പ്രകടിപ്പിക്കും, മറ്റു ചില മാതാപിതാക്കളാകട്ടെ ആ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കും. തീർച്ചയായും സ്നേഹം എന്ന വികാരം പ്രകടിപ്പിക്കപ്പെടേണ്ട ഒരു വികാരമാണ്. അത് ആരും മൂടി വയ്ക്കരുത്. തങ്ങളുടെ മാതാപിതാക്കൾ തങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കുട്ടികൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ കൊടുത്ത സ്നേഹം തിരിച്ച് ഇരട്ടിയായിട്ട് ലഭിക്കുകയുള്ളൂ. ഞങ്ങളെ കുട്ടികൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല, പരിഗണിക്കുന്നില്ല എന്നൊക്കെ മാതാപിതാക്കൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. തീർച്ചയായും അത്തരം മാതാപിതാക്കൾ ഒന്ന് ശ്രദ്ധിക്കുക. തങ്ങളുടെ മക്കളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്നുണ്ടോ എന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൊടുത്ത സ്നേഹം മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ. കൊടുത്ത സ്നേഹം തന്നെ തിരിച്ചു കിട്ടാത്ത ഈ കാലത്ത് സ്നേഹം തീരെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുക? ശ്രദ്ധിക്കുക. കടലോളം സ്നേഹം പലപ്പോഴും പല മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാവും, പക്ഷേ അത് പ്രകടിപ്പിക്കില്ല. ഒരിക്കലും പ്രകടിപ്പിക്കണം. ഇനി സ്നേഹം കൊടുക്കുന്ന സമയത്ത് അത് തുല്യമായി പങ്കുവയ്ക്കുക. ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ തീർച്ചയായും പല മക്കളോടും പലതരത്തിലുള്ള സ്നേഹം ആവാതിരിക്കുക. എല്ലാവരോടും തുല്യത പുലർത്തുക. അതുപോലെ തന്നെ സ്നേഹപ്രകടനം വെറും ലാഭേച്ഛയോട് കൂടി ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും അധികം ആഹ്ലാദിക്കുന്നത് നന്നല്ല. എങ്കിലും മക്കളെ നല്ല ഉത്തമ പൗരന്മാരായി വളർത്താൻ എല്ലാവരും ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് വരട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.